Vinod, everything okay? Okay. All right. Jane, ബാക്കിയുള്ള അകത്ത് സ്റ്റോക്ക് ചെയ്തേക്കൂ. ശരി. ആന്നി, എല്ലാ ബോംബിന്റെയും കൺട്രോൾ ഈ റിമോട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കാണല്ലോ. അതെ, പവർ ഫെയിലിയർ അല്ലാതെ there's no chance of trouble. Fine. Very good. എല്ലാ ബോംബും ഈ റിമോട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കണം. വേണ്ട, വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. കാരണം ഈ സെർച്ച് ലൈറ്റ് എത്ര ദൂരം വരെ കിട്ടും? 1 കിലോമീറ്ററോളം. That's good. Come on. വിനോദ്, DIG മേനോനെ കാണണം. ഈ കത്ത് അയാളെ എത്തിക്കണം. ഇതിലെല്ലാം ഉണ്ട്. വേറെ ആരെയും കാണരുത്. കൂടെ ഈ സ്ത്രീ വരും. പറഞ്ഞത് കേട്ടല്ലോ. ഇയാളോടൊപ്പം പോണം, കാര്യങ്ങൾ എളുപ്പമാക്കാൻ. നിന്റെ പേരെന്താ? മിനി. ഗുഡ്. ഇതിന്റെ ഗൗരവം DIG മേനോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചാൽ അത്ര എളുപ്പം ഇവിടെ നിന്ന് പോകാം. മറിച്ച് തമാശയായിട്ടാണ് കരുതുന്നതെങ്കിൽ 24 മണിക്കൂർ കൂടുതൽ ഞാൻ കാത്തിരിക്കില്ലെന്നും അയാളോട് തുറന്നു പറഞ്ഞേക്കുക. യു ഗോട്ട് ഇറ്റ്? നിനക്ക് പോകാം. നിൽക്കൂ. നിന്റെ കൂടെ ഇവൻ ഒറ്റയ്ക്കാണ് വരുന്നത്, പോലീസിന്റെ അടുത്തേക്ക്. നീ തനിച്ച് രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതി ആശ്വസിക്കേണ്ട. നിന്നെ കൂടാതെ 15 പേര് ഇവിടെ ഉണ്ട്. ഇവൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീ തിരിച്ചു വരാതിരുന്നാൽ അവരുടെ എണ്ണം കുറയും. അത് ഓർമ്മയിരിക്കട്ടെ. എനിക്കറിയാം. ഗുഡ്. യു മേ ഗോ നൗ. കണ്ണിന്റെ കെട്ടഴിക്ക്. നിങ്ങളൊക്കെ ആരാ? എന്തിനാ ഞങ്ങളെ പിടിച്ചോണ്ട് പോയത്? നിങ്ങളുടെ നേതാവ് ആരാ? അയാളുടെ പേരെന്താ? പേരില്ലേ? ചാൾസ്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾക്ക് ഞങ്ങളെ കിട്ടിയുള്ളൂ. അതിന് സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? ഹലോ, എന്ത്? മിനിസ്റ്ററും പാർട്ടി എത്തിയില്ലേ? ആരാ പറഞ്ഞത്? ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളിച്ചിരുന്നോ? വണ്ടിക്ക് വല്ല തറാറ മറ്റോ ആയി കാണും. നിങ്ങളൊരു കാര്യം ചെയ്യും, ലോക്കൽ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. പിന്നെ വണ്ടി തകരാറായി വഴി കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ടാക്സി പിടിച്ച് അവരെ TV എത്തിക്കണം. ശരി സാർ. യെസ്. ഇവർക്ക് സാറിനെ ഒന്ന് കാണണം. യെസ്. Come in. മിസ്റ്റർ മേനോൻ, മിനിസ്റ്ററും പാർട്ടി ഇപ്പോ എന്റെ കസ്റ്റഡിയിലാണ്. പേടിക്കണ്ട, അവർ സുരക്ഷിതരാണ്. നിങ്ങളവരെ കൂടുതൽ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ട. പറയാനുള്ളത് ഞാൻ നേരിട്ട് പറയാം. അവരുടെ കൂടെ നിങ്ങൾ വരണം, നിങ്ങൾ മാത്രം. പോലീസിന്റെ സാമർത്ഥ്യം നിങ്ങൾ കാണിച്ചാൽ അനുഭവം വളരെ മോശമായിരിക്കും.
പറയടാ, എവിടെയാടാ അവർ? ആരാടെ കത്തെഴുതിയത്? പറയടാ. പ്ലീസ് leave him. സാറിന് ഇയാൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനു മുൻപ് ഒരു കാര്യം, സ്ത്രീകളും കുട്ടികളും അടക്കം 10-17 പേര് ഇവരുടെ കസ്റ്റഡിയില്ല. അവർക്ക് കാവൽക്കാരായി മെഷീൻ ഗണ്ണും ഗ്രനേഡുമായി 10-12 പേരും. ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ വാസ്തവമാ. അവരെന്തിനാണ് ഞങ്ങളെ തടവുകാരാക്കിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ ലക്ഷ്യം എന്താണെന്നും എനിക്കറിയില്ല. അവിടെ ഉള്ളവർ ഇപ്പൊ തന്നെ പകുതി മരിച്ച നിലയില്ല. സാർ, ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഇരിക്കും. You relax, please. ഇരിക്കൂ. എന്താ സംഭവിച്ചത്? പ്ലീസ് എക്സ്പ്ലെയിൻ. നോ, ഇപ്പോൾ പറഞ്ഞ തന്നെ അധികമാണ്. എങ്കിൽ താൻ പറ. അതെന്റെ ജോലിയല്ല. ഞങ്ങളോടൊപ്പം വരാൻ നിങ്ങൾ തയ്യാറാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ നിന്റെ സൗകര്യത്തിന് നീ വിളിക്കുന്നിടത്ത് പറയാൻ എനിക്ക് സാധ്യമല്ല. നമുക്ക് പോവാം. അവൾ വന്നില്ലെങ്കിൽ അത് അവള് പറയട്ടെ. സാർ, ഞങ്ങളുടെ കൂടെ വരണം. വന്നില്ലെങ്കിൽ വരാതെ വേറൊരു മാർഗമില്ല സാർ. വണ്ടി നിർത്ത്. നിർത്തരോ? നിർത്താൻ. ഇൻക്വസ്റ്റ് കഴിഞ്ഞു. സർക്കിളിന് വിവരം അറിയിച്ചിട്ടുണ്ട്. ഒരപേക്ഷയുണ്ട്. DIG ഓഫീസിൽ നടന്ന സംഭവം ചാൾസിനോട് പറയരുത്. പാവം, മന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡാ മരിച്ചത്. അറിയാം. രാംസിംഗ് എന്നല്ലേ പേര്? കണ്ണു കെട്ടണം. സാർ, നോ. അകത്ത് പോ. Come on. ഹലോ, വെൽക്കം. ഹലോ. നമ്മൾ തമ്മിൽ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർക്കുന്നോ? പോലീസിന്റെ കൂട്ടത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളാണ് മിസ്റ്റർ മേനോൻ. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ വരണമെന്ന് ഞാൻ നിർബന്ധിച്ചത്. വരണം മിസ്റ്റർ മേനോൻ, പ്ലീസ് കം. ഇരിക്കണം.
ആ, നോ ഫോർമാലിറ്റീസ്. കാര്യം മിസ്റ്റർ മേനോൻ അറിയാവുന്നതുകൊണ്ട് ഒരാവർത്തനത്തിന്റെ ആവശ്യമില്ല. സോ ഐ വിൽ കം ടു ദ പോയിന്റ്. എന്റെ സുഹൃത്തുക്കൾ 4 പേർ നിങ്ങളുടെ ജയിലിലുണ്ട്. എനിക്കവരെ വിട്ടുകിട്ടണം. അതുമാത്രം പോരാ, 5 കോടി രൂപ റാൻസം. ഇന്ത്യൻ കറൻസി വേണ്ട. 2.5 കോടിക്ക് തുല്യമായ അമേരിക്കൻ ഡോളേഴ്സ്, 2.5 കോടിക്ക് തുല്യമായ ഗോൾഡ് ഇൻ പ്യുവർ സോവറൻ. കൂടാതെ 15 പേർക്ക് യാത്ര ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു മീഡിയം വെസൽ ആൻഡ് എ ലോഞ്ചിങ് ബോർഡ്. ഈ ബിസിനസ്സിൽ വിലപേശലില്ല. ടേംസ് ക്യാഷ്, നോ ക്രെഡിറ്റ്. 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നടന്നില്ലെങ്കിൽ എന്റെ ഡിമാൻഡ്സ് കൂടും. ഞാനിവിടെ പിടിച്ചുകൊണ്ടുവന്നവരുടെ എണ്ണം കുറയും. ഇംപോസിബിൾ, ജസ്റ്റ് ഇംപോസിബിൾ. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. നടന്നില്ലെങ്കിൽ നിങ്ങളുടെ സർക്കാർ 16 പേരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നർത്ഥം. ഐ റിപ്പീറ്റ്, 24 മണിക്കൂർ സമയം നിങ്ങൾക്കുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താം. അല്ലെങ്കിൽ ഇത് വെറും ഒരു 3ാം കിട ഭീഷണിയെ കണക്കാക്കണ്ട. ഐ ആം സീരിയസ്, ഡാം ബ്ലഡി സീരിയസ് അബൌട്ട് ഇറ്റ്. നാളെ ഈ സമയത്തിനുള്ളിൽ എന്റെ ഡിമാൻഡ്സ് അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും ഒരുപാട്. ദേ കണ്ടോ, ഐ വിൽ ഷൂട്ട് ദം ഇൻ പീസസ്. കഷ്ണം കഷ്ണമാക്കും. നിങ്ങൾക്ക് ഭ്രാന്താണ്. അതുകൊണ്ടാണ് വെറുപിടിച്ചവനെ പോലെ സംസാരിക്കുന്നത്. അതെ, ഞാൻ ഭ്രാന്തനാണ്, വെറുപിടിച്ചവനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത്. എനിക്കൊരു പോംവഴിയേ ഉള്ളൂ, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ നാശം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു പോംവഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഞാൻ പറഞ്ഞത് അംഗീകരിക്കുക, അല്ലെങ്കിൽ 16 പേരുടെ ശവക്കുഴി തോണ്ടുക. Now you got it. Get the hell out of here. നിൽക്കൂ. ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തി എന്നെ കീഴ്പ്പെടുത്താമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. Come on. അത് കണ്ടല്ലോ, ഇതുപോലെ ഈ കെട്ടിടത്തിനുള്ളിലും റോഡിലും പരിസരങ്ങളിലും ബോംബുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും സാഹസത്തിന് തുനിഞ്ഞാൽ വിനോദ്, ടേക്ക് ഹിം. ജയൻ, നാശം. ഒരു അത്യാവശ്യമുള്ളപ്പോൾ ഇത് ഒരിക്കലും വർക്ക് ചെയ്യില്ല. എന്തായി സാർ? സാർ അവരെ കണ്ടോ? എന്തു പറഞ്ഞു? നിങ്ങൾ ആ വയർലെസ് റൂമിൽ പോയി ട്രൈ ചെയ്യും. IG എങ്ങനെയെങ്കിലും കിട്ടണം. മാറ്റർ ഇസ് വെരി അർജന്റ്. ഉറങ്ങുകയാണെങ്കിലും വിളിച്ചോണം സാർ.
സംഗതി വളരെ സീരിയസ് ആണ്. ഞാൻ അവരെ കണ്ടു, കാട്ടിനുള്ള ഒരു ബംഗ്ലാവിൽ വെച്ച്. സ്ഥലം ഏതാണെന്ന് വ്യക്തമല്ല, അറിഞ്ഞിട്ടും പ്രയോജനമില്ല. അവിടെ എത്തിച്ചേരാൻ ഒക്കില്ല. അതിനുള്ള പ്രിക്കോഷൻസ് അവരെടുത്തിട്ടുണ്ട്. ആരാ സാർ ആള്? ചാൾസ്, പഴയൊരു പ്രതിയാണ്. ഡ്രഗ് ട്രാഫിക് കേസിൽ പണ്ടൊരിക്കൽ നമ്മളെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സാർ ഡിമാൻഡ്? ഡിമാൻഡ് കർത്താവേ, 5 കോടിയോ? അതും 2.5 കോടി രൂപയുടെ ഡോളർ, ബാക്കി സ്വർണവും. അവരെന്നോട് പറഞ്ഞത് അതേപടി ഞാൻ സാറിനോട് പറഞ്ഞു. ശരി സാർ, ഹോം മിനിസ്റ്ററെ ഞാൻ വിളിക്കണോ അതോ സാർ തന്നെ? അതായിരിക്കും നല്ലത്. ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ സാറിന്റെ സണ്ണിലേക്ക് എന്തോ സംസാരിക്കണമെന്ന്. ആ ഡാഡി, ഞാനാ രാജുവാ. ഏതായാലും ഡാഡി ഇങ്ങോട്ട് വരികയല്ലേ? ഡേസിയുടെ ഒരു സാരി. ഹലോ, എന്താ സാരിക്ക് ഇത്ര എമർജൻസി? അല്ല ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെന്നപ്പോ ഡേസിയുടെ ഒരു സാരി വെച്ച് മറന്നുപോയി. അച്ചായൻ പോരുന്ന കൂട്ടത്തിൽ അതും കൂടെ. ദിനേശ്, ഡോഡോ എഴുന്നേക്ക്, എന്റെ അച്ചായൻ വരുന്നു. ഇടയ്ക്ക് ടയർ ഒന്ന് പഞ്ചറായി, അതാ ലേറ്റ് ആയത്. എനി ഫർദർ ഡെവലപ്മെന്റ്സ്? ഒന്നുമില്ല സാർ. സാർ ഹോം മിനിസ്റ്ററെ ഇവരെ അറിയിച്ചു? അദ്ദേഹം എന്ത് പറഞ്ഞു? ഹോം മിനിസ്റ്ററെ ഇവരും അറിയിച്ചു. അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. രാവിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, ഈ ന്യൂസ് ലീക്ക് ഔട്ട് ആയോ? പത്രക്കാരവരും അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല സാർ. അറിയരുത്, മിനിസ്റ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശ്രമിക്കാം സാർ. പക്ഷെ എത്ര നേരം? ഇപ്പൊ തന്നെ ഇവിടെ പലരും അറിഞ്ഞു കഴിഞ്ഞു. സമയം കൂടുന്തോറും അത് ബുദ്ധിമുട്ടാവും. ഞാനൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആകട്ടെ. നമുക്ക് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാം. അവരെത്രയാ ഡിമാൻഡ് ചെയ്തത്? 5 കോടി രൂപയോ? രൂപയല്ല സാർ, ഗോൾഡൻ ഡോളറുമാണ്. നടന്നത് തന്നെ. നമ്മുടെ ഫോഴ്സിന്റെ ഒരു കൊല്ലത്തെ ബജറ്റ് അത്രയും വരുമോ? വടാ. മിസ്റ്റർ മേനോൻ, വീണ്ടും അവർ എപ്പോ ബന്ധപ്പെടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 24 മണിക്കൂർ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. എങ്ങനെ? അതറിഞ്ഞൂടെ സാർ. ചിലപ്പോൾ ആരെങ്കിലും നേരിട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ടെലിഫോണിലൂടെ. അവർ ബന്ധപ്പെട്ടാൽ ഞാൻ എന്താണ് സാർ പറയേണ്ടത്? തടവുകാരെ ആദ്യം വിട്ടയക്കാൻ പറയുക. അതിനവർ തയ്യാറാണെങ്കിൽ മാപ്പ് കൊടുക്കുന്ന കാര്യം നമുക്ക് പരിഗണിക്കാം. അതിനവർ വഴങ്ങുന്നില്ലെങ്കിൽ കഴിയുന്നത്ര സമയം ദീർഘിപ്പിക്കുക. CM സ്ഥലത്തില്ലെന്നോ മറ്റെന്തെങ്കിലും പറഞ്ഞു. ഐ തിങ്ക് മിസ്റ്റർ മേനോൻ യു ക്യാൻ മാനേജ് ഇറ്റ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സാർ. ഹോം സെക്രട്ടറിയുടെ അഭിപ്രായം എന്താ? കേന്ദ്രമന്ത്രി കൂടി ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും കൂടി ഈ വിവരം അറിഞ്ഞിരിക്കുന്ന നല്ലതാണെന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായം. യെസ്, CM സ്ഥലത്തില്ല. പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററെയും വിവരം അറിയിച്ചു കൊള്ളാമെന്ന് CM ഏറ്റിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഫോഴ്സിനെ തയ്യാറാക്കി നിർത്തുക. എപ്പോ വേണമെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്താൻ തക്കവണ്ണം. റെഡി സർ. ശരി, വേറൊന്നും ചർച്ച ചെയ്യാനില്ലല്ലോ. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കാണാം. I am K. Menon, brother-in-law of Minister Bharathan Menon. ഹലോ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. I want to know exactly what happened. Is the minister still alive? What has gone wrong? Where they hijacked? What's their demand? When and where they hijacked? How they hijacked? You have to answer me properly and correctly. സോറി, ഹൈജാക്ക് നടന്നു എന്നത് വാസ്തവം. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഫോർ ഒബ്വിയസ് റീസൺസ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. Why? You can't escape like that. You are a responsible officer. You will have to answer me. എഴുതേക്കണോ? എഴുതേക്കാൻ എനിക്ക് സൗകര്യമില്ല മറുപടി പറയാൻ. താൻ പോയി കംപ്ലൈന്റ് ചെയ്യേ, ഇല്ല കേസ് കൊടുക്ക്. തന്റെ അളിയനെ ഞാൻ ഈ പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചിട്ടൊന്നുമില്ല. പറയുമ്പോ ഇറക്കി വിടാൻ. You please. No, don't talk. Get out. കടന്നു പോവാൻ. You cannot escape like that. You are a responsible officer.
വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ബ്രദറില്ല. നോൺസെൻസ്. എന്തു വേണം? കുറച്ച് വെള്ളം വേണം. ഇതല്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് വെള്ളം വേണം. ഇത് കണ്ടിട്ട് എന്റെ നാക്കിൽ വെള്ളമൊന്നും ഊറുന്നില്ല, എനിക്ക് കൊതിയുമില്ല. പക്ഷെ അപ്പുറത്ത് കുറെ മനുഷ്യരുണ്ട്. നേരത്തോട് നേരമായി അവരെന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട്. നിങ്ങൾ കുറച്ച് മനുഷ്യത്വം കാണിക്കണം. തനിക്കെന്ത് വേണം? എനിക്കും കുറച്ച് വെള്ളം വേണം, വേറൊന്നും വേണ്ട. ആന്റണി, പേരെ തട്ടിക്കഴിഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ അറിഞ്ഞതല്ലേ? ആര് പറഞ്ഞു? ശവം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ ഞാൻ കണ്ടതല്ലേ? താനൊന്ന് പോടും. എന്നിട്ട് പത്രത്തിൽ കണ്ടില്ലല്ലോ. പത്രത്തിൽ ഏതാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്? സാർ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ദയവായി നിങ്ങൾ എന്നെ ഒന്ന് വിട്. എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മുറിയിലും വേറെ കുറെ സാറന്മാർ ഇരിപ്പുണ്ട്. ബാക്കി അവരോട് പോയി ചോദിക്കേ. സാർ ഹൈജാക്ക് ചെയ്തതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഹൈജാക്കാണിത്. സാർ ഇതിൽ വിജയിക്കുമോ? എനിക്കറിയില്ല. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാലേ എന്നാ പിന്നെ എന്തെങ്കിലും അറിയാവുന്ന ഒരാളിനെ പിടിച്ചിട്ട് ഇരുത്ത്. എന്നാ താങ്കൾ ഇരിടും. പത്രക്കാരാണെന്ന് വിചാരിച്ച് എന്ത് തോന്നുവാസം ചോദിക്കാം. സ്ഥലം കണ്ടുപിടിച്ചോ? ഇല്ലെന്ന കാര്യം പറഞ്ഞില്ലേ? സർ, നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകണം. ചില അത്യാവശ്യ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താ സാർ അത്യാവശ്യം? ഞങ്ങൾ കൂടെ കേൾക്കട്ടെ. നിങ്ങൾ പുറത്തു പോകണം. പ്ലീസ് ഗോ ഔട്ട്. പ്ലീസ് ഗോ ഔട്ട് ഐ സേ. പ്ലീസ് ഗോ. സാർ ചുമ്മാ ഒരു ഫോട്ടോ. രാജു സാറേ, അമ്മായിയപ്പൻ ഐ ജി ആണെന്നറിയാം. സാറിന്റെ അധികാരം ഉണ്ടെങ്കിലേ ചെങ്കോല് ഞങ്ങളുടെ കയ്യിലാ. ഓടാ. സാർ, ചാൾസിന്റെ ഫോൺ വന്നിട്ടുണ്ട്. എവിടെ? വയർലെസ് ഉണ്ട്. ഹലോ 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 ചാൾസ്, മേനോൻ ഹിയർ. മിസ്റ്റർ മേനോൻ, എന്ത് തീരുമാനിച്ചു? ചാൾസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. തടവുകാരെ നിങ്ങൾ വിട്ടയക്കണം. പോലീസിനെ നിങ്ങൾ കീഴടങ്ങണം. നിങ്ങൾക്ക് മാപ്പ് തരുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിക്കും. ആർക്ക് വേണം നിങ്ങളുടെ മാപ്പ്? മിസ്റ്റർ മേനോൻ, ടേംസ് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യും. അത് നിങ്ങൾ അനുസരിക്കും. അനുഭവം കൊണ്ടേ പഠിക്കുള്ളൂ എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങാം. അവിവേകമൊന്നും കാണിക്കരുത് ചാൾസ്. തടവുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. എന്നോട് ഭീഷണിയോ? എടോ DIG, തന്റെ ഉമ്മാക്ക് എന്റെ അടുത്ത് ചെലവാകില്ല. താനൊരു മാന്യനായതുകൊണ്ടാ 24 മണിക്കൂർ സമയം തന്നത്. നിങ്ങളെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. 3-4 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ അനുഭവം നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ പഠിക്കും. ചാൾസ്, അരുത്. അവരെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഹോം മിനിസ്റ്റർ മറ്റും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എങ്കിലും തന്റെ ഡിമാൻഡ്സ് ഒന്നും ഞങ്ങളുടെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല. ഗോൾഡിന്റെയും ഡോളറിന്റെയും കാര്യമൊക്കെ തീരുമാനിക്കുന്നത് റിസർവ് ബാങ്കും സെൻട്രൽ ഗവൺമെന്റുമാണ്. പിന്നെ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഇൻവോൾവ് ആയതുകൊണ്ട് ഇതിൽ പല ഉന്നതന്മാർ ഇടപെടേണ്ടതുണ്ട്. ഞങ്ങൾ അവരുമായി സമ്പർക്കം പുലർത്താനുള്ള ശ്രമത്തിലാണ്. കൂടാതെ CM സ്ഥലത്തില്ല. നാളെ അദ്ദേഹം സ്ഥലത്തെത്തുന്നവരെങ്കിലും ചാൾസിന്റെ ഭാഗത്ത് അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത്.
ഹലോ 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 കട്ടായി പോയതാണോ സാർ? അല്ല, കട്ട് ചെയ്തതാ. സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നല്ലേ ഫോറസ്റ്റ് കൺസർവേറ്റർ പറഞ്ഞത്? രണ്ടും കൽപ്പിച്ച് ഇന്ന് രാത്രി നമുക്ക് ഒരു ഓപ്പറേഷൻ നടത്തിയാൽ എന്താ? അത് വലിയ റിസ്ക് ആയിരിക്കും സർ. തടവുകാർക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചാൾസും കൂട്ടരും വാച്ച് ചെയ്യുന്നത് പിവറ്റൽ പോയിന്റുകളിൽ നിന്നാണ്. ദൂരെ നിന്നുള്ള ഏത് മൂവ്മെന്റ്സും അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ദേ വിൽ ബിക്കം അലർട്ട്. സോ ദി വാട്ട്സ് ആർ അഗൈൻസ്റ്റ് us. കൂടാതെ ബിൽഡിംഗിന്റെ അപ്രോച്ച് റോഡിലും പരിസരത്തും എക്സ്പ്ലോസീവ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിമോട്ട് കൺട്രോൾ ചാൾസിന്റെ കയ്യിലും. ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്ന കാര്യം വളരെ പ്രയാസമായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കീഴടങ്ങണോ? അതേതായാലും വേണ്ട സർ. ചാൾസിന്റെ വാക്കിൽ ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അയാൾ ഒരു അവിവേകത്തിന് മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല. CM നാളെ എത്തുമെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുവരെ അയാൾ ക്ഷമിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ അതിനിടയിൽ മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കാം സർ. ഞാൻ വരട്ടെ.